ഏറെ പ്രശസ്തിയാർജിച്ച 4 ക്രൈസ്തവ ഗാനങ്ങൾ. ആ ഗാനങ്ങൾ മലയാളികൾ ഉള്ളിടത്തോളം മറക്കില്ല. കാരണം അത്രയേറെ മനുഷ്യ മനസ്സുകളെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുന്ന വരികളാണവ. അതെ, ആ ഗാനങ്ങൾ നിങ്ങളും വർഷങ്ങളായി പാടി ആശ്വസിച്ചു വരുന്നു. ഏതാണ് ആ ഗാനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നും മതിയായവൻ. കൂരിരുൾ പാതയിൽ ദീപമായി, കൂട്ടിനായി വരണേ തുണയായി. കാൽവരിയിൽ കാണും സ്നേഹം അത്ഭുതം, എന്തൊരു സ്നേഹമിത്. യേശു എനിക്ക് അഭയം, ഹല്ലേലൂയ ഗീതം പാടി. പരിശുദ്ധാത്മാവേ വരിക, എന്തൊരാനന്ദം, എന്ത് സന്തോഷം. ക്രൂശിലെ സ്നേഹത്തെ ധ്യാനിക്കുമ്പോൾ മഞ്ഞിലെ വാസം, കോടി സൂര്യപ്രഭയേറും. വന്ദനം വന്ദനം ദിവ്യരാജ തുടങ്ങി 150ഓളം ഗാനങ്ങൾ രചിച്ചിട്ടുള്ള പാസ്റ്റർ മത്തായി സാങ്കുട്ടിയുടെ ഗാനങ്ങളിൽ ഏറ്റവും പ്രചാരമേറിയ ചില ഗാനങ്ങളിൽ ഒന്നാണ് കൂരിരുൾ പാതയിൽ ദീപമായി, കൂട്ടിനായി വരണേ തുണയായി എന്ന ഗാനം. കൂരിരുൾ പാതയിൽ ദീപമായി, കൂട്ടിനായി വരണേ തുണയായി. ഈ പാട്ട് രചിക്കാൻ പാസ്റ്റർ മത്തായി സാങ്കുട്ടിക്ക് ഒരു കാരണമുണ്ടായിരുന്നു. 1977 അമേരിക്കയിൽ വെച്ചാണ് ഈ ഗാനം അദ്ദേഹം രചിക്കുന്നത്. തൻ്റെ ചർച്ചിലെ വയോധികനായ ഒരാൾ നാട്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കടന്നു വരുവാൻ ഇടയായി. ഒരു ദിവസം രാത്രി ഈ പിതാവ് പാസ്റ്റർ സാങ്കുട്ടിയെ വിളിച്ചിട്ട് താൻ ശാരീരികമായി വളരെ ക്ഷീണിതനാണെന്നും ഒരു പക്ഷേ ഈ രാത്രി താൻ ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടേക്കാം എന്നും അറിയിച്ചു. ഈ ലോകത്തു നിന്നും ഈ രാത്രി മാറ്റപ്പെടും എന്ന ആ പിതാവിൻ്റെ ഭയത്തെ തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടി പാസ്റ്റർ മത്തായി സാങ്കുട്ടി ആ രാത്രി മുഴുവനും ആത്മനിറവിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. തുടർന്ന് ദൈവം പാസ്റ്ററെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ദീർഘനേരം നീണ്ടുനിന്ന് ഹൃദയം നുറുങ്ങിയുള്ള ആ പ്രാർത്ഥന ഒരു പ്രത്യാശാ ഗാനമായി പിന്നീട് പുറത്തു വന്നു. അതാണ് കൂരിരുൾ പാതയിൽ ദീപമായി, കൂട്ടിനായി വരണേ തുണയായി. ഈ ക്ഷിതി വിട്ടു നിൻ സന്നിധി ചേരുവാൻ ഉള്ളം വാഞ്ചിക്കുന്നു എന്ന ഗാനം. പിറ്റേ ദിവസം രാവിലെ പാസ്റ്റർ രോഗിയായിരുന്ന ആ പിതാവിനെ വിളിച്ചപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹത്തിന് ദൈവം നൽകിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പാസ്റ്ററോട് പറഞ്ഞു. ആ അത്ഭുത രോഗസൗഖ്യ വാർത്ത കേട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. തുടർന്ന് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം പാസ്റ്റർക്ക് നൽകിയ മനോഹരമായ ആ ഗാനം ആ പിതാവിനെ പാടി കേൾപ്പിച്ചു. പാസ്റ്റർ മത്തായി സാങ്കുട്ടിയുടെ രണ്ടാമത്തെ ഗാനമാണ് എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നും മതിയായവൻ എന്ന ഗാനം. കഠിനമായ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ രചിച്ചിട്ടുള്ള ഗാനമാണിത്. 1973 ഈ ഗാനം അദ്ദേഹം രചിക്കുന്നത്. നാഗ്പൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പാസ്റ്റർ മത്തായി സാങ്കുട്ടിക്ക് ഒരു സർജറിക്ക് വിധേയനാകേണ്ടി വന്നു. ശാരീരികമായി വളരെ ക്ഷീണിതനായി ആശുപത്രിയിൽ കഴിയുമ്പോൾ എഴുതിയ ഗാനമാണിത്. ദേഹം നുറുങ്ങുന്ന വേദനയിലും പ്രയാസത്തിലും ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നപ്പോൾ കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എൻ്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. തൻ്റെ പ്രാണപ്രിയൻ്റെ വേദനയിൽ പിടഞ്ഞ മുഖം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നു. ആ അനുഭവം വരികളായി കോറിയിട്ടതാണ് ഈ ഗാനം. രോഗശയ്യയിൽ ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും നീരുറവയായി സാങ്കുട്ടിയുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്ന ആ ഗാനം പിന്നീട് അനേകരുടെ ദുഃഖത്തിലും വേദനയിലും സ്വാതന്ത്ര്യമായി മാറി എന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? ഈ ഗാനം നിരവധി പേരിൽ പുതുജീവനെ പകർന്നിട്ടുണ്ട്. ഉദാഹരണമായി മധ്യതിരുവിതാംകൂറിൽ നടന്ന ഒരു സാക്ഷ്യം പറയാതിരിക്കാൻ തരമില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി നിരാശാ ജീവിതം നയിച്ചു വന്ന ശശീന്ദ്രകുമാർ എന്ന യുവാവ് ആത്മഹത്യ ചെയ്യുവാനായി തീരുമാനിക്കുന്നു. അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ്. വേഗത്തിൽ സ്റ്റേഷനെ ലക്ഷ്യമാക്കി ശശീന്ദ്രൻ നടന്നു വരുമ്പോൾ വഴിയരികിലുള്ള ഒരു വീട്ടിൽ ചിലർ ചേർന്ന് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുന്ന ശബ്ദം കേട്ടു. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, എൻ്റെ യേശു എനിക്ക് നല്ലവൻ എന്ന ഗാനത്തിലെ ചരണങ്ങളായിരുന്നു ആ വരികൾ. ആ ഗാനം കേട്ട് യുവാവിൻ്റെ തകർന്ന മനസ്സിൽ സമാധാനവും ശാന്തിയും ഈ വരികളിലൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് കയറുന്നതുപോലെ ഒരു തോന്നൽ.
ആത്മഹത്യ ചെയ്യാനായി പോകുവാൻ കഴിയാതെ അദൃശ്യശക്തി തൻ്റെ യാത്രയെ തടയുന്നതായി ആ യുവാവിന് അനുഭവപ്പെട്ടു. തനിക്ക് മുന്നോട്ട് പോകുവാൻ പറ്റാത്തതിനാൽ ആ പാട്ട് കേട്ട ഭവനത്തിലേക്ക് അദ്ദേഹം ചെന്നു. ദൈവാത്മാവ് അവിടെ പാടിയ പാട്ടിലെ ഓരോ വരിയിലും തന്നോട് ഇടപെടുന്നതായി ശശീന്ദ്രന് തോന്നി. പ്രത്യേകിച്ച് ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ എന്ന വരി. യേശുവിൻ്റെ സ്നേഹം ശശീന്ദ്രകുമാറിൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി. തുടർന്ന് ശശീന്ദ്രകുമാർ ക്രിസ്തുവിനെ സ്വീകരിച്ചു, ഒരു സുവിശേഷകനായി മാറി. പാസ്റ്റർ മത്തായി സാൻകുട്ടി രചിച്ച ഗാനങ്ങളെല്ലാം തന്നെ ദൈവത്തോടുള്ള ആഴമേറിയ വിശ്വാസവും ക്രിസ്തീയ പ്രത്യാശയും നിറഞ്ഞതാണ്. 6 ദശാബ്ദക്കാലത്തോളം ക്രൈസ്തവ ഗാന സാഹിത്യ രംഗത്ത് നിറഞ്ഞു നിന്ന പാസ്റ്റർ മത്തായി സാൻകുട്ടി ഗാനരചയിതാവ്, സുവിശേഷ പ്രഭാഷകൻ എന്നീ നിലകളിൽ ക്രൈസ്തവ രംഗത്ത് പ്രസിദ്ധനാണ്. പന്തളം കൊച്ചുമത്തായി എന്നറിയപ്പെട്ടിരുന്ന പാസ്റ്റർ സി മത്തായിയുടെയും ഏലിയാമ്മയുടെയും മകനായി 1936 ഓഗസ്റ്റ് 8 പാസ്റ്റർ മത്തായി സാൻകുട്ടി ജനിച്ചത്. മലബാറിലെ ആദ്യകാല സുവിശേഷ പ്രവർത്തകരിൽ ഒരാളായിരുന്ന പാസ്റ്റർ പന്തളം മത്തായി 1942 മലബാറിലെ കോഴിക്കോട്ടെത്തി അവിടെ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് 1950 വയനാട് ജില്ലയിലേക്ക് അദ്ദേഹം തൻ്റെ പ്രവർത്തനം മാറ്റി. പാസ്റ്റർ മത്തായി സാൻകുട്ടിയുടെ ബാല്യകാലവും വയനാട്ടിലായിരുന്നു. കൊടുങ്കാട്ടിൽ വന്യജീവികളോടും മാരകമായ രോഗങ്ങളോടും ഏറ്റുമുട്ടി വയനാട്ടിൽ സുവിശേഷ പ്രവർത്തനത്തോടൊപ്പം കൃഷിമേഖലയിലും ഒരുപോലെ തിളങ്ങിയ വ്യക്തിത്വത്തിനുടമയായിരുന്നു പാസ്റ്റർ മത്തായി. 1976 പാസ്റ്റർ സി മത്തായി വയനാട്ടിലെ കൊയിലേരിയിൽ വെച്ച് നിത്യതയിൽ പ്രവേശിച്ചു. നന്നേ ചെറുപ്പത്തിലെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ട പാസ്റ്റർ മത്തായി സാൻകുട്ടി 1956 വടക്കേ ഇന്ത്യയിലെ നാഗ്പൂരിലേക്ക് പോവുകയും 1964 ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു കൂടിവരവ് അവിടെ ആരംഭിക്കുകയും ചെയ്തു. പാസ്റ്റർ സാൻകുട്ടി തൻ്റെ ആദ്യ ഗാനം രചിക്കുന്നത് 1960 സ്വന്തം ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ത്യാഗത്തെ ഓർത്ത് രചിച്ച ഗാനമാണ് കർത്താതി കർത്തൻ ക്രൂശിൽ ശാപമേൽക്കുകയോ എന്ന ഗാനം. സഹധർമ്മിണി പരേതയായ അക്കാമ. അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്ന് പുറത്തു വന്ന ഇതുപോലെയുള്ള ഗാനങ്ങൾ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും നിലനിൽക്കുക തന്നെ ചെയ്യും.